ദൈവത്തിന്റെ അതിപരിശുദ്ധമായ നാം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഈ നിലയിലൂടെ ആയിരുന്നുകൊണ്ട് എൻ്റെ സാക്ഷ്യം പറയുവാൻ എനിക്ക് ലഭിച്ച അവസരത്തെ ഞാൻ ദൈവത്തിന് നന്ദി പറയുന്നു. അതുപോലെ ഈ അവസരം എനിക്ക് നൽകി തന്ന ഉത്തരവാദിത്തപ്പെട്ടവരോടുള്ള നന്ദി ഞാൻ അറിയിക്കുന്നു. ആദ്യം തന്നെ ഞാൻ എന്നെ തന്നെ പരിചയപ്പെടുത്തുവാൻ ആഗ്രഹിക്കുന്നു. എൻ്റെ പേര് എബി. ഞാൻ കടന്നു വരുന്നത് ട്രിവാൻഡ്രം ജില്ലയിൽ നിന്നാണ്. അവിടെയുള്ള പൊന്നറക്കോണം ബ്രദറൻസ് അസംബ്ലിയിലെ ദൈവമക്കളോടുകൂടി ഞാൻ ദൈവത്തെ ആരാധിച്ചു വരുന്നു. ഭവനത്തെ കുറിച്ച് പറയുകയാണെങ്കിൽ വീട്ടില് ഞങ്ങൾ 5 പേരാണ്. മാതാവ്, പിതാവ്, അതുപോലെ എനിക്ക് 2 ചേച്ചിമാരുണ്ട്. അതിൽ ഒരാളുടെ വിവാഹം കഴിഞ്ഞ് അവർ കുടുംബമായിട്ട് എറണാകുളത്ത് സെറ്റിലാണ്. മറ്റൊരു ചേച്ചിയുണ്ട്. ആ ചേച്ചി ഭവനത്തിലായിരിക്കുന്നു. സോ ഞങ്ങളെ നിങ്ങളുടെ പ്രാർത്ഥനയിൽ ഓർക്കുക. എൻ്റെ രക്ഷയുടെ അനുഭവത്തെ കുറിച്ച് പറയുകയാണെങ്കിൽ എല്ലാ ക്രിസ്തീയ വിശ്വാസികളെയും പോലെ, അല്ലെങ്കിൽ നാം കേൾക്കാറുള്ളത് പോലെ, ഞാനും സൺഡേ സ്കൂളിലും മറ്റ് സഭയിലെ എല്ലാ കാര്യങ്ങൾക്കും വളരെ ആക്റ്റീവായിരുന്നു. അങ്ങനെ ഞാൻ എല്ലാ കാര്യങ്ങൾക്കും ആക്റ്റീവായിരുന്നു. എന്നാൽ രക്ഷയുടെ ഒരു അനുഭവത്തിലേക്ക് ഞാൻ അതുവരെയും വന്നിട്ടില്ലായിരുന്നു. അനേക ഗോസ്പൽ സുവിശേഷ യോഗങ്ങൾക്ക് പോവുകയും സുവിശേഷം കേൾക്കുവാനെല്ലാം ദൈവം ഇടയാക്കി. എന്നാലും രക്ഷയുടെ ഒരു അനുഭവത്തിലേക്ക് കടന്നു വരുവാൻ ഇടയായില്ല. എന്നാൽ എൻ്റെ അമ്മ എന്നോട് എപ്പോഴും സുവിശേഷത്തെ കുറിച്ച് പറയുമായിരുന്നു. അങ്ങനെ ഒരു ദിവസം ഒരു രാത്രി എൻ്റെ അമ്മ എന്നോട് സുവിശേഷത്തെ കുറിച്ച് കൂടുതലായി പറയുകയും അന്ന് രാത്രിയിലാണ് എനിക്ക് കർത്താവിനെ രക്ഷകനായി സ്വീകരിക്കുവാൻ ഇടയായിത്തീർന്നത്. 2016 എനിക്ക് കർത്താവായ യേശുക്രിസ്തുവിനെ രക്ഷകനായി സ്വീകരിക്കുവാൻ ദൈവം ഇടയാക്കി. അതിനെ തുടർന്ന് 2017 എനിക്ക് സ്നാനമേൽക്കുവാനും ദൈവം സഹായിച്ചു. അന്നു മുതൽ തന്നെ, അല്ലെങ്കിൽ എൻ്റെ ബാല്യകാലം മുതൽ തന്നെ എനിക്ക് ദൈവവചനം പഠിക്കുവാനുള്ള വളരെ ആഗ്രഹമുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ 10ാം ക്ലാസ് കഴിഞ്ഞ് ഞാൻ ദൈവവചന പഠനത്തിനായി കടന്നു പോകാൻ ആഗ്രഹിച്ചു. എന്നാൽ മാതാപിതാക്കൾ കാരണം +2 കഴിഞ്ഞിട്ട് പോകാമെന്ന് അവർ എന്നോട് പറഞ്ഞു. അതുകൊണ്ട് തുടർന്ന് +2 കഴിഞ്ഞ് ദൈവവചനം പഠിക്കുവാനായിട്ട് ഞാൻ ആഗ്രഹിച്ചു. അത് ഞാൻ BTH പഠിക്കുവാനാണ് ആഗ്രഹിച്ചത്. എന്നാൽ സഭയിലെ ഉത്തരവാദിത്തപ്പെട്ടവരോടും അവരും പിന്നെ മാതാപിതാക്കളും തീരുമാനിച്ച് ഞാൻ കുമ്പനാട് ഒരു വർഷം അവിടുത്തെ CTH കോഴ്സ് മലയാളം മീഡിയം പഠിക്കുവാൻ ദൈവം സഹായിച്ചു. അതിനെ തുടർന്ന് പിന്നെയും എനിക്ക് ഒരു ബേസിക് ആയിട്ടുള്ള അറിവ് ലഭിച്ചു. അതിനെ തുടർന്ന് പിന്നെയും കൂടുതൽ ഇൻട്രസ്റ്റ് ആയി. ദൈവം എന്നെ ആ നിലയിൽ മുമ്പോട്ട് കൊണ്ടുപോയത് കൊണ്ട് BBA കടന്നു വന്ന് BTH പഠിക്കുവാനും ദൈവം സഹായിച്ചു. ഇന്നിപ്പോൾ ഞാൻ വളരെ സന്തോഷത്തോടെയും വളരെ നന്ദിയോടും കൂടിയാണ് ഇവിടെ ആയിരിക്കുന്നത്. 3 വർഷക്കാലം ദൈവവചനം പഠിക്കുവാൻ എന്നെ ഇടയാക്കി. പലവിധമായ പ്രയാസങ്ങൾ ഈ 3 വർഷം എൻ്റെ ജീവിതത്തിൽ ഉണ്ടായിട്ടുണ്ട്. അതുപോലെ തന്നെ പലവിധമായ അനുഗ്രഹങ്ങൾ എനിക്ക് ഈ 3 വർഷം ലഭിച്ചു. അനേക കാര്യങ്ങൾ ദൈവവചനത്തെ കുറിച്ച് പഠിക്കുവാൻ സാധിച്ചു. തിയറിറ്റിക്കലായിട്ട് മാത്രമല്ല, പ്രാക്ടിക്കലായിട്ടും അനേക കാര്യങ്ങൾ പഠിക്കുവാനും കേൾക്കുവാനും മനസ്സിലാക്കുവാനും എല്ലാം ദൈവം സഹായിച്ചു. വിശേഷാൽ ടീച്ചേഴ്സ് അവരെല്ലാവരും അവരുടെ ഗൈഡൻസ്, അതുപോലെ അവരുടെ തിരുത്തലുകൾ, അതെല്ലാം എൻ്റെ ജീവിതത്തിൽ വളരെ അനുഗ്രഹത്തിന് കാരണമായിരുന്നു. അത് ടീച്ചേഴ്സ് മാത്രമല്ല, പലവിധമായ പല കൂട്ടുകാരിൽ നിന്നും അനേക കാര്യങ്ങൾ പഠിക്കുവാനും അനേക അറിവുകൾ നേടുവാനും ദൈവം സഹായിച്ചു. പ്രത്യേകിച്ച് ദൈവം ഈ നിലയിൽ എനിക്ക് ഒരു അവസരം നൽകി തന്നതിനായി ദൈവത്തിന് നന്ദി പറയുന്നു. പലവിധമായ പ്രയാസങ്ങൾ വന്നു. ഈ ഇടയ്ക്ക് സെക്കൻഡ് ഇയറിലായിരുന്നപ്പോൾ എനിക്ക് ചെറിയൊരു ആക്സിഡന്റ് പറ്റി. എന്നാലും വലിയ പ്രശ്നങ്ങളൊന്നും ഇല്ലാതെ അതിൽ നിന്നും ദൈവം എന്നെ രക്ഷിച്ചു. ദൈവത്തിന് പൂർണ്ണ നന്ദി ഞാൻ അറിയിക്കുന്നു. അതുപോലെ ഈ 3 വർഷക്കാലം ദൈവം വിശ്വസ്തനായി എൻ്റെ കൂടെ ഇരുന്നു. അതിനായി ദൈവത്തിന് നന്ദി പറയുന്നു. ഈ പഠിത്തം കഴിഞ്ഞ് എനിക്ക് സുവിശേഷ വേലയ്ക്ക് പൂർണ്ണമായ ഒരു സുവിശേഷ വേലയ്ക്ക് ഒരു വിളി ലഭിച്ചിട്ടില്ല. എങ്കിലും മിനിസ്ട്രിയോടനുബന്ധിച്ച് എന്തെങ്കിലും ചെയ്യണമെന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. അതിന് നിങ്ങൾ ഓർത്ത് പ്രാർത്ഥിക്കുക. അതുപോലെ വരുന്ന ചൊവ്വാഴ്ച കോംപ്രഹെൻസീവ് എക്സാം ആണ്, ഓറൽ ആൻഡ് റിട്ടേൺ. സോ അതിനെ ഓർത്ത് നിങ്ങൾ പ്രാർത്ഥിക്കുക. അതും പാസ്സാകേണ്ടത് ആവശ്യമുണ്ട്. അത് കഴിഞ്ഞ എക്സാം വരുന്നുണ്ട്. അതിനെല്ലാം ഓർത്ത് നിങ്ങൾ എന്നെ ഓർത്ത് പ്രാർത്ഥിക്കുക. എന്റെ ഭാവി ഓർത്ത് നിങ്ങൾ എല്ലാവരും പ്രാർത്ഥിക്കണമെന്ന് അപേക്ഷിച്ചുകൊണ്ട് ഈ ചുരുങ്ങിയ സമയത്ത് നിന്ന് ഇരുന്നുകൊള്ളുന്നു. ദൈവനാമം മാത്രം മഹത്വപ്പെടുമാറാകട്ടെ.